നമ്മൾ CPM-മായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് വരുന്നത്. CPM-ന്റെ വ്യവസായ വിരുദ്ധ സമീപനത്തിന്റെ ഉദാഹരണമാണ് കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശികളായ ടോണി ജോസഫിന്റെയും ഭാര്യ ജൂലിയുടെയും ജീവിതം. കള്ളക്കേസുകൾ ചമച്ചും കൊടികുത്തിയും ഇരുവരുടെയും സംരംഭം CPM പൂട്ടിച്ചു. രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി പോലീസ് കെട്ടിച്ചമച്ച കേസ് വർഷങ്ങൾക്കിപ്പുറം താമരശ്ശേരി ഗ്രാമന്യായാലയം റദ്ദാക്കിയിരിക്കുകയാണ്. ആദ്യം ആ റിപ്പോർട്ടിലേക്ക്, പിന്നീട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകണം. അരുൺ കൊടുങ്ങൂർ ചേരും. ായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. സമീപവാസികളുടെ കൂട്ടുപിടിച്ച് ഈങ്ങാപ്പുഴ കുപ്പായക്കോടുള്ള ടോണി ജോസഫിന്റെയും ഭാര്യ ജൂലിയുടെയും ഉടമസ്ഥതയിലുള്ള റബ്ബർ പാൽ സംസ്കരണ കേന്ദ്രത്തിനെതിരെ CPM-ന്റെ പ്രതികാരം തുടങ്ങി. ആദ്യം പ്രതിഷേധം, പിന്നീട് ഭീഷണി, ഒടുവിൽ പ്രശ്നങ്ങൾ തീർപ്പാക്കാൻ ലക്ഷങ്ങളുടെ ഒത്തുതീർപ്പ് ഫോർമുല. ഒന്നും നടക്കാതെ വന്നതോടെ അവസാന ആയുധമായ കൊടികുത്തൽ. ഇവിടെ തകർന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു. മുൻപോട്ട് പോകാൻ വഴിയില്ല, ഉള്ളതെല്ലാം നഷ്ടമായി. ഒടുവിൽ കയ്യിലൊന്നുമില്ലാതെ നാടുവിടേണ്ടി വന്നു ടോണിക്കും ഭാര്യയ്ക്കും. ഒരു സംരംഭം തുടങ്ങിയതിൻ്റെ പേരിൽ മാത്രം ഞാനും എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അതുപോലെ തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ അനുഭവിച്ച പീഡനങ്ങൾക്കും യാതനകൾക്കും ഒരു കണക്കുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ കള്ളക്കേസുകളിൽ കൊടുക്കി തുടർച്ചയായിട്ട് ആക്രമണം നടത്തി. ഞങ്ങളുടെ സ്ഥാപനം പരിപൂർണമായിട്ട് പ്രവർത്തനം നിർത്തുന്നതോളം വരെ തുടർച്ചയായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം കയറി ഒരു 10-100 പേരോളം CPM പ്രവർത്തകർ കയറി ആക്രമണങ്ങൾ നടത്തി. കോടികളുടെ ബാധ്യതയിലാണ് ഇന്ന് ഈ കുടുംബം. മറികടക്കാൻ മറ്റൊരു വഴിയുമില്ല. ഇപ്പോഴാണ് ആശ്വാസമായി താമരശ്ശേരി ഗ്രാമ ന്യായാലയത്തിൽ നിന്നും അനുകൂലമായ വിധിയുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസ് റദ്ദാക്കി. ഇവർ നിരപരാധിയെന്ന് കണ്ടെത്തി. അപ്പോൾ ഇവരിലൂടെ ഞങ്ങൾക്ക് വന്ന നഷ്ടം, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ, കോടഞ്ചേരി സബ് രജിസ്ട്രാർ, അതുപോലെ തന്നെ താമരശ്ശേരി താലൂക്കിലെ ജീവനക്കാർ, ഈങ്ങാപ്പുഴ വില്ലേജിലെ ഉദ്യോഗസ്ഥർ, താമരശ്ശേരി പോലീസ്, അതും അവരോടൊത്ത് ഒത്തിരി ആൾക്കാർ ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഇനി ഒരു ആൾക്കും ഒരു സംരംഭകർക്കും ഇങ്ങനെ ഒരു സാഹചര്യം വരാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, ഇവരിൽ നിന്ന് നഷ്ടം ഈടാക്കി ഞങ്ങളുടെ നഷ്ടം നികത്തി. എന്തുകൊണ്ടാണ് കേരളത്തിലെ വ്യവസായ സംരംഭങ്ങൾ ഇങ്ങനെ തകരുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. ജനം, കോഴിക്കോട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത അരുൺ കൊടുങ്ങൂർ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഒരു സംരംഭം എങ്ങനെ പൂട്ടിക്കാം എന്നുള്ളത് നമ്മൾ CPM-നെ നോക്കി പഠിക്കണം കേട്ടോ. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം വർഷങ്ങൾക്കിപ്പുറം ഒരു ആശ്വാസം ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും അവർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, മാനസിക വ്യഥ, അത് വളരെ സമാനതകളില്ലാത്തതാണ് അല്ലേ അരുൺ? കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. CPM തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു സംരംഭം തുടങ്ങാൻ ഇറങ്ങിയാൽ അത് കേരളം അതിന് പറ്റിയൊരു മണ്ണല്ല എന്ന് വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് അരുൺ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത്? ഒരു നീതി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണിത്. കാരണം അത്ര വലിയ ദുരിതത്തിലാണ് ഈ കുടുംബം ഒന്നാകിയുള്ളത്. കോടികളുടെ ബാധ്യതയിലേക്ക് ഈ കുടുംബത്തെ തള്ളിവിട്ടിരിക്കുകയാണ്. ഒരു സംരംഭകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സംരംഭകം തുടങ്ങാൻ എത്തുന്ന ആളുകളുടെ ഒരു ദുരവസ്ഥയാണ് ഈ കാണുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഒരു റബ്ബർ പാൽ സംസ്കരണ കേന്ദ്രം ഇവിടെ ആരംഭിച്ചത്. പക്ഷേ അതിനുമേലുണ്ടായ കടന്നുകയറ്റങ്ങൾ, അത് സർക്കാർ തലത്തിലുണ്ടായ ആ CPM-ന് അനുകൂലമായ നിലപാടുകൾ, അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ നിലപാടുകൾ, അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ ആ കുടുംബം സഹിക്കേണ്ടി വന്നു. ഒടുവിൽ പോലീസിനെ ഉപയോഗിച്ച് കള്ള കേസ് കൂടി എടുക്കേണ്ടി വന്നിരിക്കുന്നു. ആ കള്ള കേസാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശരിക്കും വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ, ചില മനുഷ്യരുടെ ജീവിതത്തെ പൂർണ്ണമായും തകർത്തുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതൊരു ആളുടെ മാത്രം അവസ്ഥയില്ല. കേരളത്തിൽ അറിയപ്പെടാതെ പോകുന്ന ഒരുപാട്, ഭയം കൊണ്ട് പറയാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു അവസ്ഥ കൂടിയാണ് ഈ ഒരു വാർത്തയിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ ടോണി ജോസഫിൻ്റെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും ജീവിതം, അത് സ്വന്തം നാട്ടിൽ നിന്ന് പോലും പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അത്ര ഭീകരമാണ് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ കോടികളുടെ ബാധ്യതയിലേക്ക് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ആണ്
തന്നെയാണ് ഈ കുടുംബം ഒന്നാകെ എത്തിയിരിക്കുന്നത്. അത്ര വലിയൊരു ഭീകരമായ ഒരു ആഘാതത്തിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം വലിയ പ്രതീക്ഷയോടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോടെയാണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത്. നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പ്രാദേശികമായി ഉണ്ടായ ചില എതിർപ്പുകൾ, ആ എതിർപ്പുകൾ തുടങ്ങി. ആദ്യം അത് CPM ഏറ്റെടുത്തുകൊണ്ട് ഒരു ഭീഷണിയിലേക്ക് വന്നിരുന്നു. അതിനുശേഷം അത് ഒരു ഒത്തുതീർപ്പ് ഫോർമുല, അതൊക്കെ കേട്ടാൽ ആ ടോണി പറയുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. ലക്ഷങ്ങളുടെ ഡീലാണ് ഇത് ഒത്തുതീർപ്പിലേക്ക് പോകാനായി ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇനി ഇങ്ങനെ ഒരു വ്യവസായ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവസാനത്തെ ആയുധമായ കൊടി ഈ ഒരു ഭൂമിയിലേക്ക് കുത്തി, ഈ സ്ഥാപനത്തിന് മുന്നിലേക്ക് കുത്തി. അങ്ങനെ അത് ആ സമയത്ത് 2018 വലിയ ചർച്ചയ്ക്കും വലിയ വിവാദങ്ങൾക്കുമൊക്കെ വഴി വെച്ചിരുന്നതാണ്. അതിനുശേഷം അവിടെ ഒന്നും തന്നെ ടോണിയും കുടുംബവും തകർന്നില്ല. അതിനുശേഷം കൃത്യമായി നിയമ പോരാട്ടം നടത്തി. പക്ഷേ കോടികളുടെ ബാധ്യതയിലേക്ക് ഈ കുടുംബം ഒന്നാകെ എത്തിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ എങ്ങനെ മറികടക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യമാണ്, വലിയൊരു ആശങ്കയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നത്. കാരണം സംരംഭം തുടങ്ങേണ്ടി വന്നതിൻ്റെ പേരിൽ താൻ അനുഭവിക്കുന്ന ദുരന്തമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം ഭീകരമായൊരു അവസ്ഥയാണ് ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. കടുത്ത ക്രൂരത, കടുത്ത അവഗണന, അത് സർക്കാർ സംവിധാനങ്ങൾ. അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ അദ്ദേഹം പേരെടുത്ത് പറയുന്നു. ഇത്രത്തോളം ആളുകളാണ്, അത് സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് അടക്കമുള്ളവർ എല്ലാം ഈ CPM-നൊപ്പം നിന്നുകൊണ്ട് തൻ്റെ ജീവിതം, തൻ്റെ സംരംഭം തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു നടത്തുന്നത്. അത് തങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചു എന്നുള്ള ഏറ്റവും വിഷമത്തോടെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും ഒടുവിൽ ഈ കേസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം കോടതിയിൽ നിന്നും വന്നിരിക്കുകയാണ്. പക്ഷേ ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. മുന്നോട്ട് പോയേ മതിയാവൂ. കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയാണ്, താങ്ങുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ബാധ്യതയാണ്, മറികടക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കടത്തിലേക്കാണ് ഈ ഒരു CPM-ൻ്റെ പ്രാദേശിക നേതാക്കളുടെ, CPM-ൻ്റെ ഒരു ഇടപെടൽ ഈ ഒരു കുടുംബത്തെ ഒന്നാകെ, ഒരുപാട് മനുഷ്യജീവനുകളുടെ ഒന്നാകെ വലിയ പ്രതിസന്ധിയുടെ മുൾമുനയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാഹി, തീർച്ചയായും അരുൺ, എന്തായാലും വളരെ കഷ്ടമാണ്. കാരണം കയ്യിലുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി ഒരു സംരംഭത്തിന് കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. CPM ഒരു സംരംഭം പൂട്ടിക്കുന്നത് എന്തോ വലിയ കാര്യം, വലിയൊരു പ്രിവിലേജ് ആയിട്ടാണ് അവർ കാണുന്നത്. CPM-നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ കാര്യമല്ല. അതെ, എനിക്ക് തോന്നുന്നു ഭരണകാലത്ത് ഒരുപാട് പാവങ്ങളുടെ വയറ്റത്തടിച്ച സർക്കാരാണ്. അതിനുള്ള തിരിച്ചടികൾ ഏറ്റു തുടങ്ങി എന്ന് തന്നെയാണ് ഈ ഒരു വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നു.